തൃശ്ശൂരും പാലക്കാട്ടും ഇന്ന് വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെ 3:56 ഭൂചലനം ഉണ്ടായത്. ഇന്നലത്തേതിന് സമാനമായി കുന്നംകുളം, തൃത്താല മേഖലകളിലാണ് ഇന്നും പ്രകമ്പനം അനുഭവപ്പെട്ടത്. കേച്ചേരി, പന്നിത്തരത്ത് നിന്ന് ഭൂകമ്പത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് അത് കാണാം. തൃശ്ശൂരിലെ കുന്നംകുളം, കേച്ചേരി, ചൂണ്ടൽ, അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ആനക്കര, തൃത്താല തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 തവണയാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 8:15 ആദ്യ ചലനം. ഇന്ന് പുലർച്ചെ, ഞായറാഴ്ച പുലർച്ചെ 3:56 രണ്ടാമത്തെ ചലനം അനുഭവപ്പെട്ടു. ഈ തുടർചലനങ്ങളിൽ ആകെ പരിഭ്രാന്തരാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ. നിങ്ങളിപ്പോൾ 24 മണിക്കൂറിൽ 2 തവണയാണ് ചലനം അനുഭവപ്പെട്ടത്. ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കാലത്ത് ഏകദേശം ഒരു 3:50 ഈ ശബ്ദം ഒരു വിറയിലൊക്കെയാണ് അനുഭവപ്പെട്ടത്. ഞാൻ പട്ടി അതിനെ കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന വഴിക്കാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഒരു പാറയുള്ള കിണറ്റിലൊക്കെ വെടി പൊട്ടിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മുഴക്കം, ഭയങ്കര ശബ്ദത്തോട് ഒരു പ്രകമ്പനമാണ് ഉണ്ടായത്. അത് ഞങ്ങളാകെ ഭയന്ന് പോയി. എഴുന്നേറ്റ സമയത്ത് എനിക്ക് മുകളിലെ ജനലൊക്കെ കിടന്ന് ഇങ്ങനെ കുലുങ്ങണ പോലെ തോന്നി. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ അനിയനാണ് ഇവനെ ഫോണിൽ വിളിച്ചു. ഫോൺ എടുത്തില്ല. അപ്പം എൻ്റെ മകനെ വിളിച്ചു, എൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് വെച്ചിട്ട് പേടിച്ചു. ആകെ ഇന്നലെ ഒരു ചലനം ഉണ്ടായതുകൊണ്ട് ഇന്ന് മനസ്സിലായി അതാണെന്ന് മനസ്സിലായി, ഭൂചലനാണെന്ന് മനസ്സിലായി. ഇന്നത്തെ സൗണ്ട് കേട്ടത് കൊണ്ട് ഇന്നത്തെ സൗണ്ടും കേട്ടപ്പോൾ അതന്നെയെന്ന് മനസ്സിലായി. ആളുകളുടെ മനസ്സിൽ ഭയങ്കര ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ചലനമൊന്നും അല്ല, പക്ഷേ എങ്കിൽ പോലും വീണ്ടും ചലനം ഉണ്ടാകാം, തീവ്രത കൂടി ഉണ്ടാകാം എന്നുള്ളൊരു ഭയം ആൾക്കാരുടെ മനസ്സിലുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ആ ഭയമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ രാവിലത്തെ ചലനമാണ് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്ത്. ഇന്നലെ ഉറക്കത്തിൽ പെട്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് വിചാരിച്ച്. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഭൂമി കുലുങ്ങിയെന്ന് കണ്ടപ്പോൾ മനസ്സിലായത് ഭൂമി കുലുക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര പേടി കിടന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ അനുഭവമാണ്. 2 ഭൂചലനവും അനുഭവിച്ചത്. ഇന്നലെ രാവിലത്തെ ഇതും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഉണ്ടായതും അനുഭവപ്പെട്ട ഒരാളാണ്. രാവിലെ കിടന്നുറങ്ങുന്ന സമയത്താണ് എങ്ങനെ? അത് ഇന്ന് പുലർച്ചെ ഉറക്കത്തിലാണ് എനിക്കാണ് ഫീൽ ചെയ്തത്. ഞാനും മകനും വൈഫും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ എന്തായാലും സൗണ്ട് ഉണ്ടായിരുന്നു? എന്തായാലും സൗണ്ടും മൊത്തത്തിൽ ഒരു കുലുക്കും കൂടി തോന്നി. അപ്പോൾ വീടിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കിടന്ന് കുലുങ്ങുന്ന ഒരു ഇതും, പിന്നെ നമ്മുടെ കിടന്നിരുന്ന കട്ടിലും ആകെ ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. അടങ്ങളം തോന്നി? എന്താ, ഞങ്ങൾ എല്ലാവരും എണീറ്റ് പിന്നെ അത് ആ സെക്കൻഡുകൾക്കായ കാരണം പിന്നീട് നോക്കിയിട്ട് ഇറങ്ങാം പുറത്തേക്ക് എന്നുള്ളതിലായിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ചലനങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണവും കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ? അങ്ങനെ ഒരു കാരണം കണ്ടെത്തിയാൽ മാത്രമേ കുറച്ചും കൂടി ഒരു ജാഗ്രത ഭൂമി അനുകൂലങ്ങളുടെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് ജനങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഭയക്കേണ്ടതില്ല എന്നൊരു ബോധവൽക്കരണത്തിന്റെ അത്യാവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇനി ഇത് നമുക്ക് സുഹൃത്തിലൊക്കെ കേട്ട് പരിചയമുള്ളതാണ്. ഒരുപാട് ഭയമാണ്, ഒരുപാട് ഏരിയകൾ, ബിൽഡിങ്ങുകൾ തകരുകയും ആളുകൾ മരണസംഖ്യ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഭയം പലരും പിന്നെ ഒരുപാട് പേര് ഫോണിൽ ബന്ധപ്പെട്ടു, എന്താണ് വിഷയം, അപ്പോൾ ഇങ്ങനെ സാഹചര്യമാണ്, ഭൂമി കുലുങ്ങിയതാണ്, ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നമ്മളവരെ ആശ്വസിപ്പിച്ചെങ്കിലും ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ഒരു ഇത് കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള പരിഭ്രാന്തി പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലർക്കും ഇത് ആദ്യത്തെ അനുഭവമാണ്. മുൻപൊന്നും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം കൂടി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. സുജി പട്ടാമ്പിക്കൊപ്പം അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്. ഭൂചലനം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായ ആ പ്രകമ്പനത്തിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. CCTV ദൃശ്യമാണ്. ഒരു വീടിന് സമീപത്തെ CCTVയിലാണ് ആ ദൃശ്യമുള്ളത്. ഒപ്പം ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു ദൃശ്യം നേരത്തെ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടിരുന്നു. ഭൂചലനം ഉണ്ടായപ്പോൾ ആന ചാടി എഴുന്നേൽക്കുന്ന ദൃശ്യമായിരുന്നു അത്. എന്നാൽ ഭൂചലനം ഉണ്ടായതിൻ്റെ തൊട്ട് മുൻപാണ് ആന ചാടി എഴുന്നേൽക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നും ഒരു വിവരമുണ്ട്. അരുൺ ശങ്കർ അക്കാര്യത്തിലൊരു വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അരുൺ, ആന ചാടി എഴുന്നേൽക്കുന്നത് ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനത്തിലാണോ? അക്കാര്യത്തിലൊരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. കാരണം ഈ 2 സമയത്തിലുള്ള വ്യത്യാസമുണ്ട്. ആ CCTVയിൽ കാണുന്ന സമയം എന്ന് പറയുന്നത് 3:45 ഭൂചലനം ഉണ്ടായത് 3:56 അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഭൂചലനം ഉണ്ടായ സമയത്ത് ഉള്ള റിയാക്ഷനാണ് ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സമയ വ്യത്യാസമാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മരത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഭൂചലനത്തിൻ്റെ ഭാഗമായിട്ട് വീടുകൾക്കൊന്നും വിള്ളൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു വീട്ടിൽ ഭിത്തി വിണ്ട് കയറിയിട്ടുണ്ടല്ലേ? എന്താണ് സംഭവിച്ചത്? കാലത്ത് അങ്ങനെ സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ മോൻ കിടക്കണോടത്ത് ഒരു കട്ടങ്ങനെ വീഴാണ് ഉണ്ടായത്. മോനെ അവിടെ നിന്ന് ഏൽപ്പിച്ചു വേഗം. അങ്ങനെ ഉണ്ടായത്. മോനുണ്ടോ? മോൻ കളിക്കാൻ പോയി. അവൻ കാലത്ത് പോയതാണ് അവൻ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് എടുത്തത്. അകത്ത് കണ്ടിരുന്നു ആ വിള്ളലൊക്കെ അല്ലേ? ഇവിടെ നിന്ന് കാണാനും കഴിയും അല്ലേ?
കുറച്ചകത്തേക്കൊന്ന് പോയി നോക്കാം. കാരണം എന്ന് പറഞ്ഞാൽ വീടുകൾ കേടുപാടുകൾ സംഭവിച്ചില്ലെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോഴാണ് ഇവിടെ കേടുപാടുകൾ നല്ല രീതിയിലാണ് മുകളിൽ നിന്ന് താഴേക്ക് കതകിൻ്റെ ഭാഗം വരെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. മറുഭാഗത്തും അതുപോലെ തന്നെയാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പുലർച്ചെ ഉണ്ടായ, അതായത് 2.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലും ഈ വിള്ളൽ സംഭവിച്ചു, വീടുകൾ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകും. നമ്മളിപ്പോൾ കണ്ട ഒരു ഇതാണിപ്പോൾ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഈ വിവരം അറിഞ്ഞതിന് ശേഷമായിരിക്കാം ഇവിടെ എത്തിയിരിക്കുന്നത്. സാറേ, ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത്? അതെ, പറഞ്ഞായിട്ട് എൻ്റെ അടിസ്ഥാനത്തിൽ വന്നാണ്. റവന്യൂ വകുപ്പിൽ നിങ്ങൾ ഇൻഫർമേഷൻ തന്നോ അതോ? അറിയില്ല, ഞങ്ങൾ ടി വി ന്യൂസുകൾ കേട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിവരമെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് അധികാരികളും ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായാലും മോനാണോ ഇത്? എന്താ സംഭവിച്ചത്? എന്താ കണ്ടത്? ഞാൻ ഉറങ്ങായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു കല്ല് വീണു. അപ്പം ഞാൻ വേഗം പിടിച്ചു വലിച്ചു. അവര് അതുണ്ടായി. പേടിച്ചു ഇല്ലേ? ഇന്നലെ ഭൂചലനം ഉണ്ടായതായിട്ട് അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, ഞാൻ ഉറങ്ങായിരുന്നു. ഇന്നലെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇന്ന് എന്തായാലും അല്ല പേടിച്ചു പോയി. പേടിച്ചു പോയി. പിന്നെ ഉറങ്ങാൻ പറ്റിയോ? ഉറങ്ങാൻ പിന്നെ ചെറിയൊരു പേടി കയറി. ഈ മോൻ്റെ ശരീരത്തിലേക്കാണ് ആ ഒരു ചെറിയ ഭാഗം അടർന്ന് വീണത്. അങ്ങനെ വീടുകൾക്കും സാരമായ കേടുപാടുകൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2.9 രേഖപ്പെടുത്തിയ ചലനം വളരെ തീവ്രത കുറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഇങ്ങനെ വീടുകളും കേടുപാട് സംഭവിച്ചെന്നുള്ള വിവരം വരുന്നത്. ഭയമാണോ? ഭയമാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോ ലൈഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് പട്ടയില്ലാത്ത കാരണം ഞങ്ങൾക്ക് അത് കിട്ടണില്ല. അതിന്റെ പിന്നാലെ ഞങ്ങൾ കുറെ നടന്നു. മിച്ചഭൂമിയായ കാരണം പട്ടയില്ല, അപ്പൊ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനി ഭീതിയോടെയാണ് ഞങ്ങൾ കിടക്കണത്. ഇനി എങ്ങനെന്താ? 2 തവണ ഭൂചലനം ഉണ്ടായി. 2 തവണ ഉണ്ടായി. ഇനി വരില്ല എന്നെന്തോ ഉറപ്പൊന്നുമില്ലല്ലോ. എത്ര മക്കളുണ്ട്? 2 പേര്. മക്കളൊക്കെ ആയിട്ട് കഴിയുന്നില്ല? പേടിച്ചു പോയി. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ കാലുകൊണ്ട് വയ്യാത്ത ആളാണ്. അപ്പോൾ കിടന്നിടത്തുനിന്ന് എണിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. രോഗിയാണെന്ന് അച്ഛൻ മരിച്ചു. എത്ര വർഷം പഴക്കൊണ്ട് ഈ വീടിന്? 35 വർഷത്തിന്റെ മീതുണ്ട്. ശരി, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ, അതായത് 3:56 ചലനത്തിലാണ്, ഭൂചലനത്തിലാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. വീടിൻ്റെ ആ ഭിത്തിക്ക് നല്ല രീതിയിലാണ് മുകളിൽ നിന്ന് താഴേക്ക് ആ കതകിൻ്റെ അവിടം വരെയാണ് ഈ വിണ്ടുകീറൽ ഉണ്ടായിരിക്കുന്നത്. അത് വീടിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 35 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശക്തി തന്നെ ബാധിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും വീടിന് പൊട്ടലുകൾ നമ്മൾ ആ ഭിത്തിയിൽ കണ്ടതാണ്. ഇന്നലെ ചില വീടുകൾക്ക് ഇതിനേക്കാൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് 2 CCTV ദൃശ്യങ്ങൾ ഈ പ്രകമ്പന സമയത്തേതാണ് എന്ന് കരുതപ്പെടുന്ന 2 ദൃശ്യങ്ങളും പുറത്തു വന്നു. ഒന്ന് ആനയുടേതാണ്, മറ്റൊന്ന് CCTV ഒരു വീടിൻ്റെ സമീപത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ അവിടെ ഗേറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇളക്കം, അത് ദൃശ്യവുമാണ് പുറത്തു വന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്തും ഒപ്പം ഡോക്ടർ ബൈജുവും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ രാജഗോപാൽ കമ്മത്ത്, നേരത്തെ രാവിലെ സംസാരിച്ച ഡോക്ടർ ബൈജു വിശദീകരിക്കുകയായിരുന്നു ആ ഭാഗത്ത് ഇത്തരമൊരു സാധ്യത നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നതാണ്. ഇനി അവിടെ വീണ്ടും ഈ പ്രകമ്പനം ഉണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഇപ്പോൾ സാധാരണ താരതമ്യേന നമ്മൾ മറ്റിടങ്ങളിലേക്ക് ഭൂകമ്പവുമായി തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറിയ ഭൂകമ്പമാണെങ്കിലും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വീടുകൾക്കും മറ്റും കേടുപാടുകൾ വരുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് 2 ദിവസങ്ങളിൽ ഭൂചലനം ഉണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി വരുമല്ലോ. ഇനി അവിടെയുള്ള ആളുകൾ എങ്ങനെ വേണം കരുതിയിരിക്കാൻ? എന്തായിരിക്കും ഇനിയുള്ള തുടർ കാര്യങ്ങൾ? ഇത് ഈ സയൻസിൻ്റെ ഇതിനെ സംബന്ധിച്ചിടത്തോളം, സെസ്മോളജിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒരു താല്പര്യം ഉയർത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെ 3 മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പമാണ് ഉണ്ടായത്. ഇന്ന് 2.9 എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തൃശ്ശൂരിന് 10 കിലോമീറ്റർ ആഴത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇന്നലെ 7 കിലോമീറ്റർ ആഴത്തിലായിരുന്നു അതുണ്ടായത്. തൃശ്ശൂരിൽ നിന്നും വടക്ക് 18 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലം ഞാൻ കൃത്യമായിട്ട് പറയാം. കോട്ടപ്പുറത്തിനും ചിറ്റണ്ട, ആറ്റത്ര, ഈ 3 പ്രദേശങ്ങളുടെ നടുവിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ ആഴത്തിൽ. അപ്പോൾ നമുക്കറിയാം വടക്കഞ്ചേരിയിൽ നിന്നും അല്പം മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. വടക്കഞ്ചേരി ദേശമംഗലം ഏരിയ ഇതിന് സാധ്യതയുള്ള മേഖലകളാണ്. കാരണം അവിടെ ഭ്രംശങ്ങൾ ഒഴുകുന്ന വഴി ഇതിന് അടുത്തുകൂടിയാണ്. വടക്കഞ്ചേരി വരെ നീണ്ടു കിടക്കുന്ന വിള്ളലിൻ്റെ ഭാഗങ്ങളുടെ അഗ്രമാണ് ഇത്. അപ്പോൾ അവിടെ തന്നെയാണ്, അതിൻ്റെ ചുറ്റുപാടും തന്നെയാണ് ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 2 വ്യത്യസ്ത ഇടങ്ങളിലായിട്ടാണ്
സംഭവിച്ചിട്ടുള്ളത്. കുന്നംകുളത്തു നിന്നും കഴിഞ്ഞ് ഇന്നലെ 10 കിലോമീറ്ററോളം ദൂരത്തിലാണെങ്കിൽ ഇത് അവിടെ നിന്നും അല്പം മാറി ഫോൾട്ട് ലൈനിന്റെ അടുത്ത് തന്നെ ഏകദേശം ഫോൾട്ട് ലൈനിൽ തന്നെ ആണ് ഇത്തരത്തിലുള്ള ഒരു ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് അല്പം കുറവ്, ഇന്നലത്തെക്കാൾ അല്പം കുറവ് തീവ്രത മാത്രമാണ് ഇന്ന് പുലർച്ചയ്ക്കുണ്ടായ ഭൂചലനത്തിനുള്ളത്. അപ്പോൾ അത് ഒരു തുടർ കമ്പനമാണോ അതോ ഇത് വ്യത്യസ്തമായ സംഭവമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ ഇതേപോലെ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഉച്ചക്കത്തെ ചർച്ചയിൽ ഇത്തരം ഭൂകമ്പങ്ങൾ കേരളത്തിലുണ്ടാകുന്നത് രണ്ടെണ്ണമായിട്ടാണ്. അതായത് ഒരെണ്ണം ഉണ്ടായതിനു ശേഷം ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഏകദേശം ഒരേ മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 22-നും 25 വർഷത്തിനും ഇടയ്ക്ക് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കമ്പനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നത്. ഇത് വളരെ മൈനർ എർത്ത്ക്വേക്ക് എന്ന് ഒരു വർഗീകരിക്കാവുന്ന ഒരു സംഭവമാണെങ്കിലും അതിപ്പോൾ ഒരു വെളിമ്പ്രദേശത്താണെങ്കിൽ ഒരു വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിന്റെ തീവ്രത എന്ന് പറയുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമായതുകൊണ്ട് ഇതിന്റെ തീവ്രത എത്രയുള്ളൂ. കാരണം കെട്ടിടങ്ങൾക്കൊക്കെ ഡാമേജ് വരാനായിട്ടുള്ള ഇന്നലെ തന്നെ കണ്ടു, നമ്മൾ ചില കെട്ടിടങ്ങൾക്കൊക്കെ വിള്ളൽ വീഴുന്നതൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻസിഡന്റ് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു തുടർ കമ്പനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഇതിന്റെ ചെറിയ തുടർ കമ്പനങ്ങൾ, ഇതിനേക്കാൾ തീവ്രത കുറഞ്ഞ തുടർ കമ്പനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടാം. പക്ഷേ ഇതേ തീവ്രതയുള്ള ഒരു 3 തീവ്രതയുള്ള അല്ലെങ്കിൽ 4 തീവ്രതയുള്ള ഒരു ഭൂചലനം കൂടി ആ പ്രദേശത്ത് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കണം. കാരണം ചരിത്രം അതാണ് പറയുന്നത്. ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് ചരിത്ര സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂകമ്പങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എവിടെ ഭൂകമ്പം ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ഫോൾട്ട് ലൈൻ ഉള്ള സ്ഥലത്ത് ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അത് ഭൂകമ്പ സാധ്യതാ മേഖലയാണ് എന്ന് പറയാനാകും. അതൊരു വലിയ ഭൂകമ്പ സാധ്യതാ മേഖലയല്ല. സോൺ 3-ലാണ് കേരളമെങ്കിലും 5.5-6 വരെയുള്ള ഭൂകമ്പങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു 5 മാഗ്നിറ്റ്യൂഡ് വരെയുള്ളത് ഉണ്ടാകും എന്നുള്ളത്, അത് ഇടുക്കി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ഇടങ്ങളിൽ ഒരു 5 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള അല്ലെങ്കിൽ 5.5 മാഗ്നിറ്റ്യൂഡ് വരെയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ. അതുപോലെ തന്നെ ഈ പാടങ്ങളും വെള്ളക്കെട്ടും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. ഒന്ന്, ഒരു ഭൂചലനം ഉണ്ടാകുന്നു, അതിന്റെ തുടർ ഭൂചലനമാണോ അതോ മറ്റൊന്ന് ഉണ്ടായതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ വീണ്ടും ഒന്നുകൂടി ഉണ്ടാകാനുള്ള സാധ്യത അത് തള്ളിക്കളയാനും കഴിയില്ല. താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? നേരത്തെ തന്നെ ആ മേഖലയിൽ ഭൂകമ്പ സാധാ മേഖലയായി നേരത്തെ തന്നെ കണക്കാക്കപ്പെടുന്ന പ്രദേശമാണ്. ഇപ്പോൾ ഉണ്ടായത് സാങ്കേതികമായി ചെറിയ ഭൂകമ്പമാണ് എന്ന് നമ്മൾ വിശദീകരിക്കുമ്പോഴും ഇനിയൊരു ഭൂചലനം ഇതേ തീവ്രതയിലോ ഇതിന് മുകളിലോ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും അദ്ദേഹം പറഞ്ഞതിന് വളരെ കാര്യമുള്ള കാര്യമാണ്. അതായത് ഈ ഭക്ഷ്യമേഖലകളാണ് ഈ ഭൂകമ്പങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മുടെ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പെരിയാർ ഭ്രംശമേഖലയും അതുപോലെ ഇടമലയാർ ഭ്രംശമേഖലയും ഏകദേശം ചേർന്ന് പോകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഏരിയ. അതിന്റെ ഒരു എൻഡ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത കാലത്തെ ഭൂചലനങ്ങൾ കേരളത്തിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഭൂചലനങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നത് ഒന്ന് തൃശ്ശൂർ മേഖലയിലും മറ്റൊന്ന് നമ്മുടെ ഇടുക്കി, പൈനാവ് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട ആ പ്രദേശങ്ങളിലാണ് ഉണ്ടാകുന്നതായി കാണുന്നത്. ഇത് രണ്ടും ഈ ഭ്രംശമേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഇപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വലിയൊരു ഭൂകമ്പത്തിലേക്കൊന്നും പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിൽ തന്നെയും തുടർചലനങ്ങൾ മെല്ലെ മെല്ലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഭൂകമ്പങ്ങളെല്ലാം തന്നെ അതൊരു നിയോ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ നിയോ ടെക്ടോണിക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാവാം ഉണ്ടായെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പൊ ആ ടെക്ടോണിക് മൂവ്മെന്റ്, കാരണം ഇത് നേരത്തെ തന്നെ ആക്റ്റീവായ ഒരു സോണാണ് കുറെ കാലമായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു നിയോ ടെക്ടോണിക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തീർച്ചയായും ചെറിയ ചലനങ്ങൾ, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ, ചെറിയ പ്രഷർ റിലീസുകൾ സംഭവിക്കാൻ ഇടയുണ്ട്. ഇത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഇന്നലെ ഏകദേശം 7 കിലോമീറ്റർ താഴെയാണ്, ഇപ്പൊ 10 കിലോമീറ്റർ. അപ്പോൾ അത്തരം ആ പ്രഷർ റിലീസ് തുടർന്നും ചെറുതായിട്ടെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
പക്ഷെ എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഭൂകമ്പത്തിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ വളരെ ജനങ്ങൾ അധികം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുറച്ച് ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. കമ്മത്തും ഒപ്പം ഡോക്ടർ ബൈജുവുമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ഏതായാലും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. നേരത്തെ ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നതുകൊണ്ടാണ് അതിഥികളിലേക്ക് എത്താൻ അല്പം വൈകിപ്പോയത്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും ഉൾപ്പെടെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ശ്രീ രാജഗോപാൽ കമ്മത്ത്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇതിൽ കൂടുതൽ തീവ്രതയോടുകൂടി ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത പ്രദേശത്ത് കണ്ടു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അക്കാര്യമൊക്കെ പരിശോധിക്കേണ്ടി വരും എന്നൊരു സൂചന കൂടി അങ്ങ് നൽകുന്നുണ്ടായിരുന്നു. ഏത് തരത്തിൽ സർക്കാർ സംവിധാനങ്ങളും ശാസ്ത്ര സ്ഥാപനങ്ങളുമൊക്കെ ഈ മേഖലയിൽ ഈ ഗൗരവത്തിൽ ഇടപെടണം? താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആനയുടെ ഉടമ ബിജു നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ബിജു, ഭൂകമ്പം ഉണ്ടായപ്പോഴുള്ള പ്രകമ്പനത്തിന്റെ ഒരു CCTV ദൃശ്യം നേരത്തെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആനയുടെ ദൃശ്യവും കാണുന്നത്. ഇത് ഈ ഭൂകമ്പം ഉണ്ടായ സമയത്താണോ? അതെ, അത് ഒരു 40 സെക്കൻഡ് ഡിലേ വരുന്നുണ്ട്. ഈ ഭൂകമ്പം ഷിവറിംഗ് ഉണ്ടായ സമയത്ത് മയിൽ കരയുണ്ടായിരുന്നു പക്ഷെ അതിനൊരു കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ആന എത്തി ഉണരുന്നത്. അതായത് ഭൂകമ്പം കഴിഞ്ഞിട്ടാണോ അതോ മുൻപോ? ജസ്റ്റ് അത് ഒരു ചെറിയ ഡിലേ ഉണ്ട്. ഓൾറെഡി അത് ടൈമിൽ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഇവിടെ CCTVയുടെ ടൈം ഡിലേ ഒരു 10 മിനിറ്റ് ഡിഫറൻസ് കാണുന്നുണ്ട്. പക്ഷെ അത് ആക്ച്വലി 3:55 19 സെക്കൻഡിലാണ് വരുന്നത്. അതായത് ഈ ആന എഴുന്നേൽക്കുന്നത് ഭൂകമ്പം കഴിഞ്ഞതിന് ശേഷമാണ്. ജസ്റ്റ് ഒരു ചെറിയ ഡിലേ വരുന്നുണ്ട്. ഭൂകമ്പം കഴിഞ്ഞിട്ടാണ് ആന ചാടി എഴുന്നേൽക്കുന്നത്. ഭൂകമ്പം മൂലമാണ് അത് അതിന്റെയാണ്. കാരണം അതിന്റെ നേച്ചർ നമുക്കിപ്പോൾ ആനയുടെ ഞെട്ടി ഉണരുന്നത്, പേടിച്ച് ഉണരുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇതറിയാം. തലേ ദിവസം ഇതേപോലെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ആന വെള്ളം കുളിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആന ഞെട്ടി തിരിഞ്ഞു. അപ്പൊ അപ്പന്മാരത് വിലക്കി, വേറെ ഇതൊന്നും ഉണ്ടായില്ല. അപ്പൊ അവർക്ക് മനസ്സിലായില്ല അത് എന്താണ് സംഭവിക്കണെന്നുള്ളത്. അതെപ്പോഴാണ്? ഈ ഭൂകമ്പത്തിന് ശേഷമായിരുന്നോ? എപ്പോഴായിരുന്നു? അല്ലല്ല, അന്ന് അത് തലേ ദിവസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇന്നലെ ഉണ്ടായിരുന്ന ഭൂകമ്പത്തിന്റെ കാര്യം പറഞ്ഞത്. തലേ ദിവസം തന്നെ അത്തരമൊരു ഭയപ്പാടുണ്ടായിരുന്നു. ഇന്നലെ അതേപോലെ അവര് ആനയ്ക്ക് വെള്ളം കൊടുക്കായിരുന്നു, വെള്ളം കുളിപ്പിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതേപോലെ അനുഭവപ്പെട്ടു. അത് പ്രിസൈസ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ഞെട്ടി ആന തിരിഞ്ഞ് തുമ്പിക്കൈ കൊണ്ട് പൊക്കി തല പൊക്കി. അപ്പൊ അത് ആനിമൽസിലുണ്ടാവുന്ന ഒരു റിഫ്ലക്ഷൻ അത് ശരിക്കും നമുക്ക് വിസിബിൾ ആണ്. കാരണം ഈ ആനകളൊക്കെ വെടിക്കെട്ടും ഇതിലൊക്കെ നിന്നിട്ട് പരിചയിച്ചിട്ടുള്ള ആനകളാണല്ലോ. അപ്പൊ അത് അവർക്ക് ഈ അത്രയും വലിയൊരു സൗണ്ട് ഒന്നും അല്ല. അപ്പൊ അത് ഈ ഭൂകമ്പത്തിന്റെ റിഫ്ലക്ഷൻ ഈ ആനിമൽസിന് അത് ഭയങ്കരമായിട്ടൊരു റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, നന്ദി ശ്രീ ബിജു, താങ്കൾക്ക് അറിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്തൊപ്പം ഡോക്ടർ ബൈജു വളരെ വിദഗ്ധമായി ഈ കാര്യങ്ങൾ വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചെന്ന്.